ഡാഷേ ഇതൊന്ന് വായിക്കേ. എന്താടാ അത്? സ്റ്റോറി എഴുതിയതാടാ. എനിക്കോ? എങ്ങനെയുണ്ടെന്ന് വായിച്ചിട്ട് പറ. ഇതാരടാ? നിന്റെ കണ്ണിലും കാണുന്നുണ്ടോ? ശരി, ബാക്കി വായിക്കും. ഇയാൾ എന്റെ സ്റ്റോറിയിൽ വരുന്ന ഹസ്ബൻഡ് ക്യാരക്ടറാ. ഇടാ, എന്ത് സീനടാ ഇത്? ബ്ലൂ ഫിലിം സ്റ്റോറിയാണോ? മിണ്ടാണ്ട് വായിക്കടാ. ഇത് എന്ത് സ്റ്റോറിയാടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലവ് വേഴ്സസ് ലസ്റ്റ്, സെക്ഷൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെക്ഷൽ ഡിഫറൻസസ് ലീഡിംഗ് ടു എ ബാഡ് ഫേസ്. ഇതാണ് എൻ്റെ കഥ. അതിന് ക്യാരക്ടറൊന്നും സംസാരിച്ചില്ലല്ലോ. അതിനിയും ഡയലോഗ് പോർഷൻ ഒന്നും എഴുതിയിട്ടില്ല. ഓ, ഈ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചേക്ക്. ഹീറോയിൻ ഡയലോഗ്സ് എല്ലാം ഞാൻ എഴുതാം. ഹീറോയുടെ ഡയലോഗ് നീ എഴുത്. ശരി, അയച്ചു തരാം. വാ. പിന്നെന്താ സംഭവിച്ചത്? അതിനുശേഷം ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ അല്ല, ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇയാൾ ശരിക്കും ഓർത്ത് നോക്കി. ഓർമ്മ വരുന്നില്ല. നോ, ശരിക്കും ആലോചിച്ചാൽ എല്ലാം ഓർമ്മ വരും. ഇയാളൊന്ന് ശ്രമിച്ചു നോക്ക്. സമാധാനമായിട്ട് ചിന്തിക്കേ. നിങ്ങൾക്ക് എല്ലാം ഓർമ്മ വരും. ആലോചിക്കേ. നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്കേ. നിങ്ങൾ ശരിക്കും ഒന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്ക് കഴിയും. കമോൺ, നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയും. കമോൺ, ടെൽ മീ. പിന്നീട് എന്താ സംഭവിച്ചത്? I killed her. That's it. അപ്പൊ ഇതൊക്കെ ഇവൻ അറിയാതെ തന്നെ ചെയ്താണെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവനെന്താ ഇവന്റെ കൂട്ടുകാരനെ കൊന്നത്? ഐ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് അത് കിട്ടാതെ വരുമ്പോൾ മെന്റൽ ബാലൻസ് ഇല്ലാതാവും. രണ്ടുപേരും സിനിമാ മേഖലയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവരെഴുതിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടറിൽ ഒരുപാട് ഇൻവോൾവ്ഡ് ആയിരുന്നു. സോ
ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് അവർക്ക് ഹാലോജിനേഷൻസ് തുടങ്ങി. എപ്പോൾ മുതൽ അവർ രണ്ടുപേരും അവർ സൃഷ്ടിച്ച ആ ഫിക്ഷണൽ ക്യാരക്ടേഴ്സിന് ഡയലോഗ് എഴുതാൻ തുടങ്ങിയോ, അപ്പോൾ മുതൽ അവര് ആ ക്യാരക്ടറായി ബിഹേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഐ കാൻ ബിലീവ് ദിസ് സർ. ഹൗ ഇസ് ദിസ് പോസിബിൾ? ഇറ്റ്സ് ആക്ച്വലി പോസിബിൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എങ്ങനെയാണ് ഈ സിഗരറ്റ് കത്തിക്കാതെ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്മെല്ല് ചെയ്ത് വലിച്ച പോലെ ഫീൽ ചെയ്യുന്നത്, അതുപോലെയാണ് അവർ ആ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. ദ ഡിഫറൻസ് ഈസ് യു ആർ വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് ഇറ്റ്, ബട്ട് ദേ ആർ നോട്ട്. പക്ഷെ ഇതിനൊക്കെ എന്ത് പ്രൂഫാണ് ഡോക്ടർ? ഇതിനുള്ള ഉത്തരം വിക്ടിമിന്റെ ഫോണാണ്. കോൺസ്റ്റബിൾ, ഫോണിങ് തന്നെ. താങ്ക് യു. ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ശ്രദ്ധിച്ചോ? ഹീസ് ആക്ച്വലി ക്രിയേറ്റഡ് ടിൻഡർ അക്കൗണ്ട് വിത്ത് എ നെയിം കോൾ ന്യൂലി മാരിഡ് വൈഫ് ആൻഡ് സ്റ്റാർട്ടഡ് ചാറ്റിംഗ് വിത്ത് മെൻ. And being a writer, he started using hacking software in his laptop. ഇതെല്ലാം അവന്റെ ക്യാരക്ടറിൽ ഓവറായിട്ട് ഇൻവോൾവ് ആയതിനു ശേഷമുള്ള ചേഞ്ച് ഓഫ് ബിഹേവിയർ ആണ്. ഇപ്പൊ മനസ്സിലായോ? ഈ ഡിസോർഡർ എന്തെങ്കിലും പേരുണ്ടോ സർ? എല്ലാത്തിനും അങ്ങനെ പേരൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പേരില്ലാത്തൊരു അസുഖമോ? എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല സർ. IHSD. വാട്ട്? ഇൻഡ്യൂസ് ഹാലൂസിനേഷൻ സിസിയോഫാമിനിക് ഡെലൂറിയം. ഒന്നും മനസ്സിലായില്ലല്ലേ? ഐ നോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇറ്റ് ജസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ദാറ്റ്സ് ഓൾ. ഇപ്പൊ കേസ് സോൾവ് ആയില്ലേ? സോൾവ് ആയി. ഡോക്ടർ, ലെറ്റ്സ് ഗോ. ഓക്കെ സർ. അങ്ങനെ കേസ് കഴിഞ്ഞു. ജസ്റ്റ് വെയിറ്റ്. കം ഓൺ. സർ, ഈ ഡിസോർഡറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. പഠിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. കാരണം ഈ അസുഖത്തിന് ഞാൻ ഇപ്പോഴാണ് പേരിട്ടത്. അതെന്താ സർ? ഇതിനു മുമ്പുണ്ടായ പേരൊക്കെ മറ്റാരോ ഇട്ടതല്ലേ? ഇതിനും ഞാനങ്ങ് പേരിട്ടു. സോ ബിഹേവിയർ ആൻഡ് സിംറ്റംസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. കൂടുതൽ ചിന്തിക്കരുത്. ഓക്കെ? ഓക്കെ സർ. സോ അതിന്റെ പേര് ഇതാണ്. ഡിസ്കവർഡ് ബൈ. ലെറ്റ്സ് ഗോ. നിൽക്കുന്നവരത് എനിക്ക് മനസ്സിലായോ? അവിടെ ആരുമില്ലല്ലോ സർ. ആ